ഹായ് നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ക്ഷേത്രത്തിനടുത്ത് ഒരു കാഴ്ച കണ്ടു. ഗംഭീര കാഴ്ച. ആ കാഴ്ചയാണ് നിങ്ങളിലേക്ക് ക്ഷണിക്കുന്നത്. നിങ്ങൾ കാണും, അതിമനോഹരമായ കാഴ്ചയാണ്. നിങ്ങൾ ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടോ? ഇല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കാഴ്ച നിങ്ങൾ കണ്ടോളൂ, ആസ്വദിച്ചോളൂ. ഗംഭീര കാഴ്ചയാണ്. ചെണ്ടവാദ്യമേളങ്ങളോടെ അകമ്പടിയോടുകൂടി കണ്ടോ. രണ്ട് തെയ്യങ്ങളാണ് ഈ കാണുന്നത്. അതിമനോഹരമായ കാഴ്ച വരവാണ് നിങ്ങൾ കാണുന്നത്. വാദ്യമേളങ്ങളുണ്ട് ഒരുപാട്. കലശം വരവാണ് കണ്ടോ, ഇളനീർ കലശം. പിഞ്ചുമക്കളുടെ ഇതേപോലെ നിങ്ങൾ കാഴ്ചയിൽ കണ്ടിട്ടുണ്ടാവില്ലേ? അതിമനോഹരമാണ്. നാടൻ ഗ്രാമം കേരളത്തിൻ്റെ ഒരു ഉത്സവം തന്നെയാണ്. ഈ ഉത്സവം ആഘോഷിക്കുക. ദേവിയുടെ ഫ്ലോട്ടാണിത്. അതിമനോഹരമായ ഫ്ലോട്ട്. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. അത് ഒറിജിനലാണ്. അത് അങ്ങനെ നിൽക്കണ്ടിക്ക് തന്നെ ഒരു കഴിവ് തന്നെയാണ്. വണ്ടിയിൽ ഇത് പിഞ്ചുമക്കളുടെ ഡാൻസ്, നൃത്യങ്ങൾ. എന്തൊരു മനോഹരമാണല്ലേ കാഴ്ചകൾ കാണാൻ. വിദേശ മലയാളികൾക്കെല്ലാം ഇതെല്ലാം ഒരു എന്താ പറയേണ്ട ഒരു അനുഭൂതിയായിരിക്കും ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരിലേക്ക് എത്തിക്കുക. എല്ലാവരും കാണട്ടെ, ആസ്വദിക്കട്ടെ, ആനന്ദിക്കട്ടെ. അതുപോലെ തന്നെ കുടകൾ, വർണ്ണശബളമായ കുടകൾ, പൂച്ചക്കുട്ടികൾ നിങ്ങൾ കണ്ടു കാണും. ഇത് വർണ്ണക്കുടകൾ, അതിമനോഹരമായ കുടകളാണ് കാഴ്ചയിൽ. പല വെറൈറ്റി കുടകളാണ്. പഴയ കാലത്തുള്ള പോലെ പ്ലെയിനല്ല, ഇപ്പോൾ പല വർണ്ണത്തിലുണ്ട്. ഇത് മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠമാണ്. നോക്കൂ, ഇതേപോലത്തെ ഫ്ലോട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലേ നാടുകളിൽ, ഉത്സവങ്ങളിലെല്ലാം. അതിമനോഹരമായ ഭക്തിസാന്ദ്രമായ ഫ്ലോട്ടുകളാണ് മഹാവിഷ്ണു. ഇതിന് മ്യൂസിക് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ മ്യൂസിക് വന്നോളൂ. ഭക്തിസാന്ദ്രമായ മ്യൂസിക് തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നോളൂ. അതാണ് മറ്റൊരു ഫ്ലോട്ട്. കുതിര, ശ്രീകൃഷ്ണൻ്റെ മഹാഭാരത. നമുക്കിത് കാണുമ്പോൾ മഹാഭാരത ആണ് ഓർമ്മ വരുന്നത് അല്ലേ? അർജുനനും ശ്രീകൃഷ്ണൻ. കണ്ടോ ശ്രീകൃഷ്ണൻ്റെ ഫ്ലോട്ട്? അതിമനോഹരമായ ഫ്ലോട്ടാണ്. ഇത് തീച്ചാമുണ്ടിയുടെ മേലേരി കത്തുന്നതാണ് കാണുന്നത്. അതിൻ്റെ അവസാനം വരെ കത്തിത്തീരേണ്ടതാണ്. ആ കാഴ്ചവരവ് ക്ഷേത്രത്തിലെത്തി അവിടെ സമാപിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് എൻ്റെ ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ കാണുന്നത് തീച്ചാമണ്ടിയുടെ മേലേരിയാണ്. അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത് തന്നെ ഉണ്ടാകും. എല്ലാവരും മറക്കാതെ എൻ്റെ ജീവിതം എന്ന ചാനലിലെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ തീച്ചാമണ്ടി ഉണ്ടാകുന്നത് പുലർച്ചെയാണ്.
അങ്ങനെ ക്ഷേത്രത്തിൽ കാഴ്ചയെത്തി. അതിൻ്റെ ചടങ്ങുകളാണ് ബാക്കി കാണുന്നത്. ഭക്തി നിർഭരമായ കാഴ്ചയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ.